ഹായ് ഫ്രണ്ട്സ്, സാപ്പിടി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സിനിമയുടെ വിശേഷങ്ങളാണ്. ഒരു തമിഴ് സിനിമയാണ്. സന്താനം പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. ഒരു കോമഡി ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഇങ്ക നാന്താൻ കിങ്ങു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സന്താനത്തെ കൂടാതെ പ്രിയലയ ആണ് നായികയായിട്ട് വന്നിട്ടുള്ളത്. വിവേക് പ്രസന്ന, തമ്പി രാമയ്യ, മുനിഷ്കാന്ത് എന്നിവരൊക്കെയാണ് ഈ ഒരു ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ ഒരു സിനിമയിൽ ഇങ്ക നാന്താൻ കിങ് എന്നാണ് ഈ ഒരു സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു സിനിമയിലെ സ്റ്റോറി നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ കാണിക്കുന്ന ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചെന്നൈയിലാണ് അടുത്ത ടാർഗറ്റ് ചെന്നൈയിലാണ് വരാൻ പോകുന്നത്. ഇന്റലിജൻസ് റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരികയാണ്. അത് കാണിച്ചതിന് ശേഷം അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മുടെ നായകനാണ്. സന്താനം അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെയാണ് കാണിക്കുന്നത്. ഒരു 90s കിഡായിരിക്കും, പിന്നെ കല്യാണമായിട്ടുണ്ടാവില്ല, അനാഥനായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് എന്താ പറയുക, കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു വീട് വേണ്ടി സ്വന്തമായിട്ടൊരു വീട് വേണ്ടി വരും. അപ്പോൾ സ്വന്തമായിട്ടൊരു വീടിന് വേണ്ടി 25 ലക്ഷം റുപ്യ കടം വാങ്ങിയിട്ട് സ്വന്തമായിട്ട് ഒരു വീട് കരസ്ഥമാക്കുകയാണ്. അപ്പോൾ അതിനുശേഷം പെണ്ണ് കാണാൻ പോകുന്നതും പിന്നെ പെണ്ണ് ശരിയായി കഴിഞ്ഞാൽ കല്യാണത്തോടു കൂടി ആ പെണ്ണിനടുത്ത് കിട്ടുന്ന ആ പൈസ കൊണ്ട് ഈ കടം വീട്ടാം എന്നുള്ള ആ ഒരു പ്ലാനിങ്ങിലായിരിക്കും ജീവിക്കുന്നത്. അപ്പം അതാണ് സംഭവം. അപ്പോൾ അതും പിന്നീട് ഉണ്ടാകുന്ന ഈ ഒരു ടെററിസ്റ്റ് സംഭവങ്ങളും ഈ നായകൻ്റെ കല്യാണം കല്യാണം കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് സിനിമയിൽ പ്രധാനമായിട്ടും പറഞ്ഞു പോകുന്നത്. ആ കൂട്ടത്തിൽ ഫസ്റ്റ് കാണിച്ച് ഈ ടെററിസ്റ്റ് അറ്റാക്ക്, ഈ തീവ്രവാദികളായിട്ട് ഇവരായിട്ട് കണക്ട് ആകുന്നത് എങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. സിനിമ കണ്ട് എക്സ്പീരിയൻസ് നോക്കുക. സിനിമയിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല കോമഡി കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ ഇതൊന്നും വർക്കായിട്ടില്ല എന്നുള്ളതാണ്. സെക്കൻഡ് ഹാഫ് വളരെ ഷോക്കായി തോന്നി എനിക്ക്. ക്ലൈമാക്സ് ഒക്കെ എന്തോ തട്ടിക്കൂട്ടി ചെയ്ത പോലെ തോന്നി. ക്ലൈമാക്സ് ഒക്കെ അത്രയും ബോറായിരുന്നു ക്ലൈമാക്സ് ഒക്കെ. പിന്നെ ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫ് കയ്യുന്നേ പോയി അവരെടുത്തത്. അങ്ങനെയാണ് എനിക്ക് ഈ സിനിമ തോന്നിയത്. എന്തായാലും ഒരു തവണ കണ്ടു നോക്കാവുന്ന സമയം ഉണ്ടെങ്കിൽ ഒരു തവണ കണ്ടു നോക്കാവുന്ന ഒരു നല്ലൊരു കോമഡി ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഫസ്റ്റ് ഹാഫ് പോലെ തന്നെ സെക്കൻഡ് ഹാഫ് കൂടി ഒന്ന് അടിപൊളിയാക്കി ഇരുന്നെങ്കിൽ ഒരു നല്ലൊരു സിനിമാ അനുഭവം തന്നെയാകുമായിരുന്നു എന്നുള്ളതാണ് ഇങ്ക നാന്താൻ കിങ് ആണ് ഈ ഒരു സിനിമ. അപ്പം കോമഡി ക്യാമറ ഫസ്റ്റ് ഹാഫിൽ കോമഡിയൊക്കെ നന്നായിരുന്നു. സെക്കൻഡ് ഹാഫിൽ എത്തിയപ്പോഴാണ് ഇതിങ്ങനെ പോയത്. പിന്നെ പാട്ടുകളൊക്കെ പാട്ടുകളൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ പിന്നെ കേൾക്കാൻ ഇമ്പമുള്ള പാട്ടുകൾ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള നല്ല പാട്ടുകളൊക്കെ ആയിരുന്നു രണ്ടെണ്ണം. ആകെ മൊത്തം ടോട്ടൽ ഒന്ന് കണ്ടു നോക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് ഇങ്ക നാന്താൻ കിങ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പെർഫോമൻസുകളൊക്കെ ഫസ്റ്റ് ഹാഫിൽ എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കോമഡി കാര്യം, ഫ്ലാറ്റിലുള്ള കോമഡി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അത് നല്ല നല്ല രസകരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ സിനിമ തന്നെയാണ്. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അത്രയേ ഉള്ളൂ. എത്രയും സിനിമയെ കുറിച്ച് പറയാനുള്ളൂ. നല്ല ക്വാളിറ്റി ചെയ്തിട്ടുണ്ട്. അതന്നെ വേറൊരു കാര്യം, നല്ല ക്വാളിറ്റി ചെയ്തിട്ടുണ്ട്. സന്താനത്തിൻ്റെ സിനിമകളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ക്വാളിറ്റി ചെയ്യാറുണ്ട്. പക്ഷേ ചില സിനിമകളിലൊക്കെ സന്താനത്തിൻ്റെ കോമഡി സിനിമകളൊക്കെ ചില കോമഡിയൊക്കെ ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്യുന്ന കോമഡികൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ സിനിമയിൽ അങ്ങനെ ഒരു ഇറിറ്റേഷൻ സംഭവങ്ങളും കാര്യങ്ങളൊന്നും അനുഭവപ്പെട്ടില്ല. 2 മണിക്കൂറും 10 മിനിറ്റാണ് സിനിമയുടെ ടോട്ടൽ ദൈർഘ്യം വരുന്നത്. ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. തിയേറ്ററിൽ വിജയിച്ചിട്ടില്ല. തിയേറ്ററിൽ വലിയ വിജയം കരസ്ഥമാക്കാൻ സാധിച്ചില്ല ഈ സിനിമയ്ക്ക്. ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ് ഈ ഒരു സിനിമ. കണ്ടു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കും. ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.